ഹലോ ഫുഡീസ്, പെട്ടെന്നൊരു കുക്കറിൽ മധുഹൂത്ത് ഉണ്ടാക്കിയാലോ. ഈ ഡിഷ് യമനിലാണ് ആദ്യമായിട്ട് ഉണ്ടാക്കിയെന്ന് പറയുന്നത്. അറബിക് വേർഡായ മധുഹൂത്ത് എന്ന് വെച്ചാൽ പ്രഷർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ആ ഡിഷിനെ പേര്. ഈ മീറ്റും റൈസൊക്കെ ഒരുമിച്ച് കുക്ക് ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഫ്ലേവർഫുൾ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. കുക്കർക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ട് ഒരു 1.5 സവോള സ്ലൈസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ജസ്റ്റ് ഒന്ന് വഴന്നു വന്നാൽ ഒരു 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് ക്രഷ്, 9 പച്ചമുളക്, റോസ് മെല്ലൊക്കെ മാറിയിട്ട് ഈ കാണിച്ചിരിക്കുന്ന അത്രയും സ്പൈസസ് ആഡ് ചെയ്യാം. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് മെഷർമെന്റ്സ് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ഇതൊക്കെ ഒന്ന് സെറ്റായിട്ട് ഒരു 3 തക്കാളി ഇതേപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. ബാക്കിയൊക്കെ കളറിന് വേണ്ടിയിട്ടാണ് ടൊമാറ്റോ പേസ്റ്റ് ആഡ് ചെയ്യുന്നത്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു തക്കാളിയും കൂടെ ആഡ് ചെയ്താൽ മതി. ഒരു 1-2 മിനിറ്റ് കുക്ക് ചെയ്താൽ തന്നെ സെറ്റായി കിട്ടും. ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കനും ഒരു ഫുൾ ക്യാപ്സിക്കം, ഒരു ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യും. റൈസിന്റെ അളവിനനുസരിച്ച് എടുത്ത് വെച്ച വെള്ളത്തിൽ നിന്ന് 1 കപ്പ് ആഡ് ചെയ്തു. ഇനി നമ്മുടെ മെയിൻ സംഭവമായിട്ടുള്ള 1.5 ടേബിൾ സ്പൂൺ അറബിക് മസാലയും കുറച്ച് മല്ലിയിലൊക്കെ ഇട്ടിട്ട് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 4-5 മിനിറ്റ് വിസിലില്ലാണ്ട് കുക്ക് ചെയ്താൽ തന്നെ ചിക്കൻ ഒരു 1/4 വേവായിട്ടുണ്ട്. ഇനി ഇതിൽക്ക് 1 കിലോ ബസ്മതി റൈസാണ് ആഡ് ചെയ്യുന്നത്. ഒരു അരമണിക്കൂർ കുതിർത്ത് വെച്ചതാണ്. റൈസ് ഒന്ന് മൂടി കൊടുക്കണം അത്രയും വെള്ളം, അല്ലെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള രീതിക്ക് ഒഴിച്ചു. ഒരു 4 പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലായാൽ തന്നെ സംഭവം റെഡി ആയിട്ടുണ്ട്. കുക്കർ തുറന്ന് പാത്രത്തൊക്കെ ഇട്ട് ഒരു 10 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്താൽ അതിന്റെ ശരിക്കത്തെ ടെക്സ്ചർ കിട്ടും. ഇനി കുറച്ച് മയോണൈസും ആ ടൊമാറ്റോ സോസൊക്കെ ഒഴിച്ച് കഴിച്ചാൽ അടിപൊളിയാണ്. ആൻഡ് ഈ ബേൺ ആയ സംഭവം ഉണ്ടല്ലോ, ഇതിന് വേറെ തന്നെ ഒരു ടേസ്റ്റ് ആണ്.